നമുക്കൊരു കുക്കർ നെയ്ച്ചോറ് ഉണ്ടാക്കിയാലോ ഗായ്സ്. അതിന് നമുക്ക് ഒരു സവാള വേണം, പകുതി മതി, ബാക്കി നമുക്ക് അവിടെ വെക്കാം. തൊണ്ടെല്ലാം കളഞ്ഞ് നമുക്കിതിന് കുട്ടപ്പനായിട്ട് എടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ചെറുതായി സവാള അരിഞ്ഞു വെച്ചു. നെയ്ച്ചോറിന് വേണ്ട സാധനങ്ങൾ ഫുള്ളായിട്ടൊന്നും വേണ്ട. ചെറിയ കഷ്ണം ചെറുനാരങ്ങ, ചെറിയ കഷ്ണം ക്യാരറ്റിൻ്റെ തൊണ്ട് കളയാം. ചെറുതായി നമുക്കിതിനെ അരിഞ്ഞെടുക്കാം. രണ്ട് ഗ്ലാസ് അരിക്ക് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഗ്യാസ് കത്തിക്കാം. കുക്കർ ചൂടാൻ വേണ്ടി വെക്കുക. അതിൻ്റെ വെള്ളം നന്നായിട്ട് വറ്റണം. വെള്ളമെല്ലാം വറ്റിയിട്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിന് നമുക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. എനിക്കിഷ്ടം വെളിച്ചെണ്ണയിൽ നെയ്ച്ചോറ് വെക്കുന്നതാണ്. ഓരോരുത്തരുടെ ഇഷ്ടം, ഏത് വേണമെങ്കിലും, നെയ്യോ ഡാൽഡ എന്ത് വേണമെങ്കിലും ഓരോരോ ഇഷ്ടം. എണ്ണ ചൂടായതിന് ശേഷം സവാള അരിഞ്ഞിട്ട് കൊടുക്കാം. നമുക്ക് 2 ഗ്ലാസ് അരിയിലാണ് ചോറ് വെക്കുന്നത്. ഇത് ജീരകശാലയാണ്, കുറച്ച് വേവുണ്ട്. നന്നായി ഇളക്കി കൊടുക്കുക. കുറച്ച് സവാള നന്നായി വഴറ്റണം. കുറച്ച് നിറം വ്യത്യാസം വരുമ്പോൾ ഏത് ഗ്ലാസ്സിലാണോ അരി എടുത്തത് അതേ ഗ്ലാസ്സിൽ 3.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിടാം. അതേ വെള്ളത്തിൽ കറിവേപ്പില, പച്ചമുളക്, മസാലക്കൂട്ടുകൾ, ജീരകം, ഏലക്ക, ഗ്രാമ്പു, പട്ട ഇതെല്ലാം വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ചോറ് അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങ നീരൊഴിച്ച് കൊടുക്കുക. വെള്ളം തിളക്കുമ്പോൾ നമുക്ക് അരി കഴുകിയിട്ട് വരാം. വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് അരി ഊറ്റാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറേശ്ശെ ആയിട്ട് ഗ്യാസ് സിമ്മിലിട്ടിട്ട് അരി ഇട്ട് കൊടുക്കാം. സ്പൂണ് വെച്ച് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ മുകളിൽ നമ്മൾ അരിഞ്ഞു വെച്ച ക്യാരറ്റ് വിതറിക്കൊടുക്കുക. ലേശം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. കുക്കറിൻ്റെ അടപ്പ് അടച്ചു വെക്കുക.
3 വിസിൽ വരുമ്പോൾ ഓഫാക്കുക. വിസിലെല്ലാം പോയി നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കിയാലോ. നമ്മുടെ കുക്കർ നെയ്ച്ചോറ് റെഡിയായി. നമുക്ക് ഒരു പാത്രം മാറ്റിയിടാം. നെയ്ച്ചോറ് റെഡിയായി. അടിപൊളി നെയ്ച്ചോറ്.